2025 കീം എക്സാമിനേഷൻ്റെ റിസൾട്ടുകൾ വന്നപ്പോൾ പതിവ് പോലെ തന്നെ മികച്ച വിജയമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കൈവരിച്ചത്. 7 വിദ്യാർത്ഥികളാണ് കീം എക്സാമിൽ 100% എന്ന പെർഫെക്റ്റ് സ്കോർ കരസ്ഥമാക്കി വിജയത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നത്. ആ 7 പേരിൽ ഒരാളായ ആദിൽ സയാനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സോ ആദിൽ, വെൽക്കം ആൻഡ് കൺഗ്രാജുലേഷൻസ് ഓൺ ദ ബിഗ് വിൻ. താങ്ക് യു. ഓക്കെ, ഞാൻ ആദിൽ സയാൻ, കോഴിക്കോട് ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഫാദർ മുഹമ്മദ് ഉസ്മാൻ, ഡെൻറ്റിസ്റ്റാണ്. മദർ സീന പി, ഡെൻറ്റിസ്റ്റ് തന്നെയാണ് അവർ. രണ്ടുപേരും അപ്പോൾ ദന്തിസ്റ്റാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഡോക്ടർ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഡോക്ടർ കുടുംബത്തിൽ നിന്നൊരു എഞ്ചിനീയർ ഇങ്ങനെ വരികയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഏത് സ്കൂളിലാണ് സയൻ പഠിക്കുന്നത്? ഞാൻ ചാവറ പബ്ലിക് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അവിടെ ബ്രില്യൻറ്റിൻ്റെ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് IIT പ്രോഗ്രാമിലാണ് പഠിക്കുന്നത്. 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് IIT പ്രോഗ്രാമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കീമിൽ ഇത്ര വലിയൊരു സ്കോർ താങ്കൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മികച്ച ഒരു സ്കോറിലേക്ക് അല്ലെങ്കിൽ മികച്ച ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തിയത്? എന്തെല്ലാമാണ് ആദിൽ സയാൻ്റെ പഠന രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ? കീമിന് ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസ് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മോഡൽ എക്സാമുകളൊക്കെ എഴുതി. അപ്പം അങ്ങനെയാണ് കീമിനായിട്ട് പ്രിപ്പയർ ചെയ്തത്. പിന്നെ സാധാരണ ഇപ്പം ബാക്കിയുള്ള എക്സാമിന് ശേഷമുള്ള എക്സാമാണ് കീം. അപ്പം അതുപോലെ തന്നെ സാധാരണ പ്രിപ്പറേഷൻ മതി. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ പറയുകയുണ്ടായി ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസിൻ്റെ കാര്യം. ഈ മോഡൽ എക്സാംസ് ഒക്കെ എത്രത്തോളമാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതുപോലൊരു മെയിൻ സ്ട്രീം എക്സാമിലേക്ക് കടന്നു വരുമ്പോൾ? കീമിൽ ഞാൻ കണ്ടെടുത്തോളം ബ്രില്യൻറ്റിലെ മോഡലിൽ ചോദിച്ച ഓൾമോസ്റ്റ് ഒരു 50% ക്വസ്റ്റ്യൻ അതേ ടൈപ്പ് തന്നെയായിരുന്നു. അപ്പം അത്രയും സ്പീഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം അത് നല്ല ഹെൽപ്പ് ചെയ്ത്. പിന്നെ മോഡലിലൊക്കെ കിട്ടിയതിൻ്റെ കാട്ടി കൂടുതൽ മാർക്കാണ് കീമിൻ്റെ ഫൈനൽ എക്സാം വന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ ബ്രില്യൻറ്റിലെ ഇപ്പോൾ ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു വിജയത്തിൽ ആദിലിന് ആരോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാൻ തോന്നുന്നത്? ഏറ്റവും കൂടുതൽ ആദ്യം താങ്ക്സ് പറയേണ്ടത് എൻ്റെ ക്ലാസ് ടീച്ചറാണ്, രാജേഷ് സാറിനോട്. സാറ് തന്ന മോട്ടിവേഷൻ ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ വരെ എത്തിയത്. പിന്നെ കോർഡിനേറ്റർ ശ്രീനാഥ് സാറിന്, പിന്നെ എല്ലാ ഇപ്പോൾ ടീച്ചർമാരൊക്കെ ഓരോരോ വഴികൾ പറഞ്ഞുതരും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ പഠിച്ചു. ഓക്കെ, അപ്പോൾ JEE മെയിൻസ് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. അതിൽ 99.95 എന്നൊരു മാജിക്കൽ പെർസെൻറ്റേജ് സ്കോറൊക്കെ നേടിയിട്ടാണ് അപ്പോൾ അതിലിവിടെ ഇരിക്കുന്നത്. JEE മെയിൻസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഈസി ആയിരുന്നു കീം? ഒരു ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്, മാത്സിന് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഒരു 2 hour 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം ടൈം പ്രശ്നം അവിടെ വരില്ല. JEEക്ക് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണെങ്കിലും കുറച്ചും കൂടി ലെങ്തി ആയിരിക്കും മാത്സൊക്കെ. അപ്പോൾ അവിടെ ഒരു ടൈം കൺസ്ട്രെയിൻറ്റ് വരുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ JEEയുടെ ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ പരിശീലിച്ചുകൊണ്ട് കീമിലേക്ക് വന്നപ്പോൾ ഒരു ടഫ്നെസ് നമുക്ക് അങ്ങനെ തോന്നിയില്ല അല്ലേ? അപ്പോൾ അതിലിപ്പോൾ കുറച്ച് മുമ്പേ പറയുകയുണ്ടായി അച്ഛനും അമ്മയും ഡെന്റിസ്റ്റാണ്, ഡോക്ടേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, പൊതുവേ അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആണെങ്കിൽ മക്കളും ഡോക്ടറാകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ആ ഒരു സ്ട്രീമിലേക്ക് പോകാൻ ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം തിരഞ്ഞെടുത്തത്? എപ്പോഴാണ് ഈ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയത്? 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ബയോളജിനോടുള്ള താല്പര്യം കുറച്ച് കുറഞ്ഞു. കാരണം കൂടുതലും കാണാതെ പഠിക്കാനാണുള്ളത്. കാണാണ്ട് പഠിക്കുന്നത് താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഫിസിക്സും മാത്സിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്സിൻ്റെ ഫീൽഡ് എഞ്ചിനീയറിൻ്റെയൊക്കെ എടുക്കാൻ വിചാരിച്ചു. പിന്നെ കുടുംബക്കാർ മൊത്തം ഡോക്ടർമാർ തന്നെയാണ്. അപ്പം ഇത്താത്തയും ഡെന്റിസ്റ്റ് ആവാൻ പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഒരു ഡോക്ടറോടെ വേണ്ട, നമ്മളൊരു മാറി ചിന്തിച്ചൊരു എഞ്ചിനീയർ ആക്കിയേക്കാന്ന് വെച്ചല്ലേ? ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ മെൻറ്റർ സംവിധാനത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് സയാന് പറയാനുള്ളത്? അപ്പം ക്ലാസ് ടീച്ചറാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം എപ്പോഴും നമ്മളോട് നമ്മളെ മാർക്കിനെ അനലൈസ് ചെയ്തിട്ടൊക്കെ എപ്പോഴും നമ്മളോട് ഒന്ന് പറയും. അപ്പം പിന്നെ പാരൻസായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ട് വെക്കും. അപ്പം എപ്പോഴും ഫുള്ളി അപ്ഡേറ്റഡ് ആണ് എപ്പോഴും. അപ്പം അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മോട്ടിവേഷനായിട്ട് തന്നെ മാറുന്നത്. അപ്പം ഏറ്റവും ഫ്രണ്ട്ലി മെൻറ്ററിങ് ഉള്ളത് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഒരു പോസിറ്റീവ് ഒരു ആംബിയൻസ് നമുക്ക് കിട്ടാൻ സഹായിച്ചു അല്ലേ? അപ്പോൾ അതിൽ എന്തെല്ലാമാണ് JEE അഡ്വാൻസ്ഡായിട്ട് താങ്കൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം മോഡ്സ് ആണ് താങ്കൾ ചൂസ് ചെയ്തിരിക്കുന്നത് പ്രിപ്പറേഷന് വേണ്ടി? ബ്രില്യൻറ്റിൽ ഡെയിലി മോഡൽ എക്സാം ഉണ്ട്. അപ്പം 6 hour എക്സാം ചെയ്തും പിന്നെ എൻ്റെ അനലൈസ് ചെയ്തെടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും. അപ്പം അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും സ്വന്തം തന്നെ ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ വീഡിയോ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുവെക്കും. വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് വെക്കും. മോക്ക് എക്സാംസ് ചെയ്തും പിന്നെ PYക്കും ചെയ്തുകൊണ്ട് പരമാവധി എക്സാംസ് എഴുതി ആ ഒരു ലെവലിലേക്ക് നമ്മളെ തന്നെ എത്തിക്കുകയാണ് അല്ലേ? ഓക്കെ,
പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ, കാരണം അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് പിന്നെ വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മളെ സഹായിക്കും. അപ്പം ഒരു ഫെമിലിയാരിറ്റി വരും എക്സാമായിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് ശീലിക്കുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ എഗെയിൻ മോഡൽ എക്സാംസിലേക്ക് വരികയാണെങ്കിൽ, ഇത്രയും മോഡൽ എക്സാംസ് എഴുതിയത് കൊണ്ട് തന്നെ ഇപ്പോൾ JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാംസ് ആണ്. പക്ഷേ അതിൻ്റെ അതേ പാറ്റേണിലുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മളിപ്പോൾ മോഡൽ എക്സാംസിൻ്റെ ഭാഗമായിട്ട് ബ്രില്യൻ്റ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് തീർച്ചയായിട്ടും നമ്മളിൽ കൂടത്തില്ലേ? ഉണ്ട്. കാരണം ആ ഒരു 6 hour കണ്ടിന്യൂസ് എക്സാം, അല്ല 3 hour ബ്രേക്കിൽ എക്സാം എഴുതുക എന്നുള്ളത് ആ ഒരു മൈൻഡ് അത്രയും റെഡി ആയിരിക്കണം. അപ്പം ബ്രില്യൻ്റിൽ ഇത്രയും എക്സാം എഴുതുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്സാമിനെ അപ്പയർ ചെയ്യുന്നൊരു പേടിയൊന്നുമില്ല. അപ്പം വലിയ കുഴപ്പമില്ലാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയും പരിശീലനം ലഭിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കീമിന് ഇത്രയും മികച്ച ഒരു 100% എന്നൊരു പെർഫെക്റ്റ് സ്കോർ അതിൽ സേന നേടാൻ സാധിച്ചത്. അപ്പോൾ ഒന്നുകൂടി കൺഗ്രാജുലേഷൻസ് ഓൺ ദ ബിഗ് വിൻ. അപ്പോൾ ഇനി വരാൻ പോകുന്ന JEE അഡ്വാൻസിലും ഇതേ മികച്ച വിജയം തുടരുക എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ അതിൽ സേൻ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.